ജോർജൂട്ടി തന്നെയല്ലേ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു ചെയിൻ സ്റ്റോക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 ഒഫീഷ്യൽ ട്രെയിലർ ആണ്. അപ്പൊ നമ്മളിത് കുറെ നാളുകളായിട്ട് ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2 ദിവസം മുന്നേ ഇത് വന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ലാസ്റ്റ് എന്തോ ഒരു ട്രെയിലർ പോലത്തെ ഒരു സംഭവം വന്ന സമയത്ത് അഗെയിൻ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന്റെ ഒക്കെ റിപ്പീറ്റേഷൻ സീൻസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ റിയാക്ട് ചെയ്ത ഹിന്ദി ആയിരുന്നു, മലയാളം ആയിരുന്നില്ല. ഹിന്ദിന്റെ ടീച്ചർ, ഹിന്ദിന്റെ ട്രെയിലറാ ടീച്ചർ എന്തൊരു സാധനം, അതാണ് റിയാക്ട് ചെയ്തത്. മലയാളത്തിന്റെ വന്ന സമയത്ത് നമ്മളത് കണ്ടുമില്ല. എന്താ മലയാളത്തിന് എനിക്കൊന്ന് കഴിഞ്ഞ 2 ആഴ്ച മുന്നേറ്റാ വന്നത്. അതെ ആ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഒറിജിനൽ വേർഷന്റെ പോലും എന്തുകൊണ്ട് ഇപ്പൊ വരുന്നില്ല, അത് ആദ്യമല്ലേ വരേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഹിന്ദിയിൽ കണ്ടപ്പോഴാണെങ്കിൽ റിപ്പീറ്റേറ്റീവ് സീൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഇത് പുതിയതല്ലേ എന്ന്. പക്ഷെ പിന്നെ നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് പഴയ സീൻ തന്നെയാണെന്നുള്ളത്. എനിക്കൊന്ന് മലയാളത്തിൽ ഇറങ്ങിയ ടീച്ചറിൽ അങ്ങനെ എന്തോ ആണ് ആൾക്കാർ. ഞാൻ വീഡിയോ കണ്ടില്ല, കാരണം നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടിയോ അറിയാത്ത ഇപ്പോഴത്തെ ട്രെയിലറാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ വന്നപ്പോഴേ ഞാൻ കമന്റ് മാത്രമേ വായിച്ചു നോക്കിയുള്ളൂ. കാരണം വെച്ചാൽ ഇനിയിപ്പോ നമ്മൾ റിയാക്ട് അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അതിന്റെ ഇത് പോരുതല്ലോ. അപ്പൊ അതിന്റെ അകത്ത് കൂടുതൽ ആൾക്കാരും പറഞ്ഞേക്കണേ ഫസ്റ്റിലെയും സെക്കൻഡിലെയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തും പറഞ്ഞേക്കണം എന്നുള്ള. അപ്പൊ നമ്മളും ഇത് കണ്ടിട്ടില്ല. ഇതിപ്പോ 2 ദിവസം വന്നിട്ടെങ്കിൽ നമ്മളത് വാച്ച് ചെയ്ത് എന്താ പറയാ, നമ്മൾക്കും അതൊരു ഇന്ന് വന്നൊരു ഫീൽ തന്നെയാണ് ഏകദേശം ഉള്ളത്. ആൻഡ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പടം 21-നാണ് റിലീസ് ചെയ്യുന്നത്, ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം. ആൻഡ് അത് ശരിക്കും മുന്നേ ബിഗ് ബോസ് അല്ലേ നടക്കാറ്? ഈ ടൈമിലാണ് ബിഗ് ബോസ്. സമയം മാറ്റി തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മാറി തോന്നുന്നു അല്ലെ? ആ കോവിഡ് തൊട്ടിട്ടാ തോന്നുന്നു ചെറിയൊരു മാറ്റം വന്നത്. കാരണം നമുക്ക് അറിയാലോ ലാലേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ ഏകദേശം ആ സമയത്ത്. ഈവൻ എനിക്ക് തോന്നുന്നു ദൃശ്യം 2 അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഏകദേശം ഈ ഒരു ടൈമിലല്ലേ? ദൃശ്യം മറ്റേ OTT-ൽ വന്നിരുന്നല്ലോ, 2 വന്നത് OTT-ൽ ഏതോ അങ്ങനത്തെ ഒരു ടൈമിലാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം, കണ്ടുവെക്കാം. കാരണം അത്രയും വെയിറ്റഡ് ആയിട്ട്, അത്രയും എന്താ പറയാ, എല്ലാരും വെയിറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ പറയാ, നമ്മള് ഇപ്പോഴും ചുരുളറിയാത്ത കുറെ രഹസ്യങ്ങളുള്ള ഒരു ത്രില്ലിംഗ് മൂവിയാണ്. അതായത് ജോർജ് കുട്ടി ഇനിയും പിടിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ്, അതാണ് മെയിനായിട്ട് അറിയേണ്ടത്. കാരണം എന്താ പറയാ, ഏത് രീതിയിൽ നോക്കുന്ന സമയത്തും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ 2 ഭാഗത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് എപ്പോഴും. ആൻഡ് ഏകദേശം സെയിം കാസ്റ്റ് തന്നെയാട്ടോ എല്ലാവരും ഉള്ളത്. സെക്കൻഡിൽ വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് തേർഡിലും വരുന്നത്. കാസ്റ്റിൽ കാണിച്ചത് അത് തന്നെയാണ്. ആൻഡ് ഈവൻ ടെക്നിക്കൽ ക്രൂ അടക്കം സെയിം ആണ്, ഒന്നിലൊരു മാറ്റമില്ല. നമുക്ക് എന്തായാലും നേരെ കാണാം. റെഡി? നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. മറ്റേ 2-ന്റെ ബാക്കിയല്ലേ ഏകദേശം. വക്കീല് ഇയാളാണൊരു കില്ലാടിയാണ്. ചുമ്മാതാണോ പോലീസുകാർ പോലും ചുമ്മാ? ഓ, മീഡിയാസ് ഒക്കെ. വാവ്, ജോർജൂട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ല. ഓ പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. എന്തോ ഉണ്ട് അല്ലേ? ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് ഇതിന് തോന്നുന്നുണ്ടായത്. അവരങ്ങനെ ചോദിക്കുന്നു, ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരണം. I want his full file on this as soon as possible. ആ ടോണ് വന്നല്ല. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓ, കഴിഞ്ഞിട്ടില്ല അല്ലേ? അതായത് ഭയങ്കരമായിട്ട് ഇവന്തോ ഈ ഒരു സംഭവം പുള്ളി എല്ലാം ചെയ്തേക്കണെങ്കിലും
എന്താ പറയുക, പുള്ളിയാണ് ഇതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ട് ആളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് മൊത്തത്തിൽ അവിടെ എന്താ പറയുക ബ്രേക്കായി കിടക്കാന്ന് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, അങ്ങേരുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചു, ആ ഒരു മൈൻഡൊക്കെ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ കവറപ്പ് ചെയ്തു. പക്ഷേ ആ പണ്ടത്തെ, അതായത് നമ്മൾ ദൃശ്യം ഫസ്റ്റിൽ കണ്ട ഒരു ഫാമിലി അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ദൃശ്യം 1 നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് പോയത്, ആ ഒരു ഫാമിലി, ഹാപ്പി ഫാമിലി ഇല്ലേ, അച്ഛനമ്മ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ എന്താ പറയാ, ഇപ്പോഴും എന്താ പറയാ, ആ ഒരു സംഭവത്തിന് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന ആ ഒരു ആളില്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവുകയും ചെയ്യും, ആ ഒരു ഹാർമണി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ. പിന്നെ ആ ഒരു ഫാമിലി എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, കാരണം ആ ഒരു വീട്ടിലൊരു സന്തോഷത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഇല്ലേ, അത് മൊത്തത്തിൽ അതിനകത്ത് കാണാൻ പറ്റി. ആള് ഭയങ്കര ടെൻസ്ഡ് ആണ്, ഇതിനേക്കാൾ നല്ല പിടി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴേ, ഒരിക്കലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടല്ലല്ലോ ആ ഒരു ഗസ്റ്റ് അവിടെ വീട്ടിലോട്ട് രാത്രി വന്നത്, ആള് കയറി വന്നതല്ലേ. അപ്പൊ അങ്ങനെ അത്രയും തെറ്റുള്ള സമയത്ത് അത് ചെയ്തു. പിന്നെ അവരാണെങ്കിൽ വിടുന്നില്ലേ കേസ്, അതായത് അവരങ്ങനെയല്ല, അവരുടെ മോനല്ലേ. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ കഴിഞ്ഞ മൂവി വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അത് അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഫൈൻ, പക്ഷെ അഗെയിൻ അതിന്റെ ഒരു അന്വേഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് നിർത്തിയാൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ പോലെ ആവും കുറച്ച് സമയം എടുത്താൽ. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ ഈ കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് ഭാഗത്തും ഫാമിലി ആണെന്ന് കാണിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇങ്ങനെ വെച്ചേക്കണത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഭാഗവും ചിന്തിക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരിക്കലും വില്ലന്റെ ഭാഗം അവർ ചിന്തിക്കില്ല, നമ്മൾ കൂടുതലും നായകന്റെ ഭാഗത്ത് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, രണ്ട് ഭാഗവും നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ. സാഹചര്യം കൊണ്ട്, അതായത് എന്താ പറയാ, വേണമെന്ന് വിചാരിച്ചല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ പ്യോർ ഒരു വില്ലനായിട്ട് കണക്കാക്കുക. അതായത് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ലാലേട്ടന്റെ ഫാമിലിനെ ആണെങ്കിൽ അപ്പുറത്തെ ഭാഗത്തും ആ ഒരു ഫാമിലിയാണ്. കാരണം അതില് മകനാണ് കുറ്റം ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ മകൻ മാത്രമേ കുറ്റം ചെയ്തിട്ടുള്ളൂ. അതെ അതെ, അല്ല അഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പേരന്റിങ് അല്ലേ. അഗെയിൻ ആ ഒരു ടോപ്പിക്ക് പണ്ട് മുതലേ ഉള്ള പടങ്ങളിൽ പറയുന്ന ഒരു സംഭവമാണ് പേരന്റിങ് എന്ന് പറയുന്നത്. അതായത് സ്ഫടികം മുതൽ നമ്മൾ പറയണം, അതിന് മുന്നേ ഉണ്ടായിരിക്കും പടങ്ങൾ, പക്ഷെ നമ്മൾക്ക് ഓർമ്മയുള്ള പടം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് നമ്മളിലേക്ക് കിട്ടിയൊരു മൂവി എന്ന് പറയുന്നത് ഒബിയസ്ലി ഇറ്റ്സ് എ സ്ഫടിക മൂവിയാണ്. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അഗെയിൻ ഇറ്റ്സ് എ പേരന്റിങ്. ഇപ്പൊ ഇതിനകത്ത് അത് തന്നെയാണ് ഈ ഒരു പേരന്റിങ്. അതായത് അവിടെ നോക്കുന്ന സമയത്ത് അച്ഛനമ്മ രണ്ടുപേരും ബിസിയാണ്, അവരുടേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കര ബിസി ആയിട്ട് മകനെ കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ഫുൾ ഫ്രീഡം കൊടുത്ത് വിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതെ അതെ, അതായത് എന്താ പറയാ, അങ്ങോട്ട് പോട്ടെ. പക്ഷെ ഇപ്പോ ആ ഒരു മകനെ ലൂസ് ആയി കഴിഞ്ഞതിന് ശേഷം അവരവരുടെ പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചു. എന്ത് ഉപയോഗമുണ്ട്? അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ രണ്ട് രീതി, കാരണം ഇപ്പോഴത്തെ ഒരു കാലത്തിനകത്ത് ഡെഫിനറ്റ്ലി എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജോബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എല്ലാവരും പോവും. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു പേരന്റിങ് അവിടെ നഷ്ടമായി പോകുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യാത്തൊരു സംഭവം കൂടിയാണ്. അതായത് ഇപ്പൊ നമ്മളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അച്ഛനമ്മ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ, അതിനകത്ത് ആരെങ്കിലും ഒരാളായിരിക്കും എപ്പോഴും ഭയങ്കര ഒരു ഔട്ട്സൈഡ് ജോബിന് വേണ്ടിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു അമ്മാമ്മ ആരെങ്കിലും ഒക്കെ വീട്ടിലുണ്ടാവും നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് സമയത്ത് പല കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അച്ഛനമ്മയും ജോലിക്ക് പോയാലും ഈവൻ അമ്മാമ്മ അപ്പാപ്പൻ ആൾക്കാരുണ്ടെങ്കിലും തന്നെ ഇപ്പൊ ഫോണൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പല കുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ ഒരു വേറെ രീതിയിലാണ്. കാരണം പണ്ടത്തെ അമ്മാമ്മ അപ്പാപ്പനെ പോലുള്ള ആൾക്കാരല്ല ഇപ്പോഴത്തെ ആൾക്കാർ. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം, അവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കും ടെക്നോളജീസ് അറിയാം. അപ്പോൾ ഒബിയസ്ലി നമ്മൾ ഏകദേശം ഒരു അഡിക്ഷനാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു റീല് കാണാനായിട്ട് നമ്മൾ ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10-15 റീല് കണ്ടിട്ടേ നമ്മൾ ആ ഫോണ് ഓഫ് ചെയ്യുള്ളൂ. അതും നമ്മൾ അത്രയും സ്ട്രോങ് ആണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഫോണിലിരിക്കാനുള്ള സാധനം ഉണ്ട് ഫോണിൽ. അത്രത്തോളം സംഭവങ്ങൾ എൻ്റർടൈൻമെൻറ്റ് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നില്ല എവിടെയാണ് തെറ്റെന്നുള്ളത്. തെറ്റെന്ന് പറയുന്നത് പേരൻറ്റിങ് ആണ് ഈ മൂവിയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ഇപ്പുറത്തെ ഭാഗത്ത് ഒബിയസ്ലി പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ആള് പോയിട്ട് എന്താ പറയുക വേണം വിചാരിച്ച് ചെയ്തൊരു സംഭവമല്ല. ഇപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ അറിയാണ്ട് ഒരു പാമ്പ് കയറിയാല് ഇല്ലേ, ഇത് രാവിലെ നമ്മൾ പറഞ്ഞൊരു സംഭവമായിരുന്നു അത്. അതായത് എന്താ പറയാ, നമ്മളെന്തോ പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാമ്പ് കയറി വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്താ പറയാ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ അത് ഒരു റെസ്ക്യൂറിനെ വിളിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ചില മാർഗ്ഗങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മോഡ് ചെയ്യുകയാണെങ്കിൽ അതാണ്, കാരണം അതിനകത്ത് അതാണ് ഏകദേശം അറ്റാക്കിംഗ് മോഡിലോട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കണ്ട സാധനം എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ എറിഞ്ഞിരിക്കും. അപ്പൊ ആ ഒരു പാമ്പിന് എന്തെങ്കിലും പറ്റിയിരിക്കും,
അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുന്ന പാമ്പാണെങ്കിൽ നമ്മൾ റെസ്ക്യൂറിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറയും. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഇഷ്ടികയാണെങ്കിൽ എന്താണെങ്കിലും അത് ഓരോ ഹ്യൂമൻ ഡെഫിനറ്റ്ലി അങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ, അതിപ്പോൾ ആരാണെങ്കിലും. അപ്പോൾ ഏകദേശം ഇതിനകത്ത് അത് തന്നെയാണ്. അപ്പോൾ ദ റിയൽ കൾപ്രിറ്റ് ഈസ് പേരന്റിങ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അതായത് മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നല്ല കാര്യമല്ല. ആക്ച്വലി ഈ സിനിമയിലൂടെ കുറെ മോശമാണ് പോകുന്നുള്ളത് കുറെ ഉണ്ടായിരുന്നു. ദൃശ്യം 1 ഇറങ്ങിയ സമയത്തും 2 ഇറങ്ങിയ സമയത്തും സോഷ്യലി ഇത് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു മെസ്സേജും കൂടി കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരു നല്ല സൈഡും കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ സിനിമ അതെപ്പോഴും അങ്ങനെയാണ്, മറ്റേതല്ലേ പുറത്തോട്ട് പോവുള്ളൂ. ഇപ്പൊ മാർക്ക് ഇറങ്ങിയ സമയത്തും അതിൻ്റെ അകത്തും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ആ സിനിമേനെ A സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഭയങ്കര വയലൻസ് ആണ്. എന്തിനാണ് വയലൻസ് കാണിക്കുന്നത്? കാരണം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു സൊസൈറ്റിയിൽ ഓറിയന്റഡ് ആയിട്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിനൊക്കെ നമ്മളൊരു നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു ആ ഒരു. അപ്പോൾ ദേ വിൽ ഡു എനിത്തിങ് ഫോർ ദാറ്റ് അല്ലേ? ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അച്ഛനമ്മ കുട്ടികൾ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു അവരുടേതായിട്ടുള്ള ഒരു സോണാണ്. നമ്മൾ പറയില്ലേ അവരുടെ ഒരു സോണാണ്. അപ്പോൾ ആ സോണിലോട്ട് ഒരാൾ കയറി വരിക അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹാർമണിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആരാണെങ്കിലും ഫൈറ്റ് ചെയ്യും. ദൃശ്യം 3 പോഡ്കാസ്റ്റ് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും. ഇല്ലേ അങ്ങനെയല്ലേ? നമ്മള് ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും പിടിച്ച് അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരെന്തെങ്കിലും എന്താ പറയുക ആന്റി സോഷ്യൽ കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ഒബ്വിയസ്ലി അതിനെതിരെ റിയാക്ട് ചെയ്യും ഇല്ലേ? അപ്പോൾ അതാണ് സംഭവം. അപ്പം അതുകൊണ്ട് നമ്മൾ അതായത് മറ്റേ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് ക്രൈമിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ വേറെ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു പിതാവ്. അല്ല അങ്ങനെയാണ്. ലാലേട്ടന്റെ ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഫസ്റ്റും 1 ഉം 2 നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി എനിക്കൊന്ന് പെർഫോമൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ആളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയും പിന്നെ എങ്ങനെയൊക്കെ ആയി പോയാലും ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളൊരു ആ ഒരു മൊമെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അല്ല ഞാൻ പറയാം ഇപ്പൊ സ്ഫടിക മൂവിയിൽ തന്നെ നമ്മള് ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടറിനെ നമ്മള് അഗെയിൻ ആൻഡ് അഗെയിൻ ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിയിൽ പണ്ട് മുതലേ ആ ഒരു ടോക്സിക് സാധനം കടന്നുകൂടി. അതായത് ചെറുതായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷെ അതിങ്ങനെ കൂടി 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 ഭയങ്കരമായിട്ട് വലുതായതിനു ശേഷം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഫാദർ പറയുന്നതിനെതിരെയാണ് എല്ലാം ചെയ്യാൻ ഇഷ്ടം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ടേ മുതലേ കിട്ടിയിട്ടുള്ള ആ ഒരു ഹേർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഹേർട്ടിൽ നിന്നാണ് ആ ഒരു എന്താ പറയുക ഒബീഡിയൻ്റ് അല്ലാത്തൊരു മകൻ ഉണ്ടായത്. അല്ലെങ്കിൽ എന്താ പറയുക അതുമാതിരി ഒരു മകനായി. അതായത് പറയുന്നതൊക്കെ നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളോട് പറയുകയാണ് ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അത് സ്റ്റബർനെസ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ലാലേട്ടൻ്റെ മൂവീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ കുറേ മെസ്സേജസ് ഉണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. ഇപ്പോൾ നമ്മളറിയാം ഇപ്പം എനിക്ക് ചില സത്യം ടു ബി ഫ്രാങ്ക് എനിക്ക് കുറേ പടങ്ങൾ കാണുന്നു. ഇപ്പോഴത്തെ പടങ്ങൾ കാണുന്നതിനോട് താല്പര്യക്കുറവുണ്ട്. എൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലതിനകത്തെന്ന് പറയുന്നത് വിഷ്വലി കാണാൻ ഭയങ്കര ഇതായിരിക്കും എനിക്ക് കേട്ടോ ഭയങ്കര. അതായത് പക്ഷേ അതിനകത്ത് കുറേ വയലൻസോ അതായത് അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ശരിക്കും റെലവൻ്റ് ആണോ ഈ ഒരു പടം ആസ് എ ഒരു ഭയങ്കര ഒരു മാസ് എലമെൻറ്റിന് വേണ്ടിയിട്ട് ഓക്കെയാണ് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. പക്ഷേ ചില മൂവീസ് കാണുമ്പോൾ അതിനകത്ത് വലിയ മെസ്സേജോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് തോന്നാറ്. പക്ഷേ ചില മൂവീസാണ് ഇങ്ങനെ ആട്ടോ. ഇവൻ അതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഇവൻ വയലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇവൻ വയലൻസ് ആഡ് ചെയ്താലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ അതവിടെ നീഡഡ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് അവിടെ ഇട്ടത് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൂവിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചില മൂവീസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അതാണ്. അപ്പോൾ എന്തായാലും റിയലി വെയിറ്റിംഗ് ഫോർ ഈ മൂവി. കാരണം നമ്മൾ ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയ സമയം നമുക്കറിയാം അത്രയും ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അത്രയും ചെറിയ സെറ്റപ്പൊക്കെ വെച്ചിട്ട് എടുത്തൊരു മൂവിയാണ്. അതിപ്പോൾ 3ാമത്തെ ലെവലിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി അവസാനിക്കുമോ അല്ലെങ്കിൽ ഇതിനി കൺക്ലൂഷൻ ആണ് ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ആ ഒരു ഇപ്പോഴും സിറ്റുവേഷൻ കാണിച്ചേക്കണ കുറച്ചും കൂടി ഏറ്റവും രസം എന്ന് പറയുന്ന ഈ സിനിമയുടെ ഓരോ കാലഘട്ടം മാറുമ്പോഴും അതിനനുസരിച്ചാണ് സിനിമ പോകുന്നത്. അല്ലാണ്ട് അതിൽ തന്നെ പിടിച്ചു നിന്ന് അങ്ങനെയല്ല. ആ കഥ മാറുന്നതനുസരിച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോൾ ആൾക്കാരുടെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അവരെത്രത്തോളം വളർന്നു. ജോർജ് കുട്ടി ഇപ്പോഴും ആ ഒരു കർഷകനായിട്ടല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു കേബിൾ ഓപ്പറേറ്റർ മാത്രമല്ല. അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ മാറി വരികയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു സീരിയസ് ത്രില്ലർ ഡ്രാമ മോഡായിരിക്കും പിടിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഫീൽ ഉണ്ട് അല്ലേ?
ആ ഒരു കൂടുതൽ മൊമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. കുറച്ചും കൂടി ഒരു മുറുക്കി പിടിച്ചുള്ള സിനിമ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ജിത്തു ദിവസം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് നമുക്ക് കാണാൻ. മുന്നത്തേക്ക് ആക്ച്വലി യു ആയിരുന്നു, ക്ലീൻ യു ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ യു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടാൽ എന്താ സംഭവം എന്നുള്ളത്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം.